ഇത് കോടമ്പക്കത്തെ AVM സ്റ്റുഡിയോ. ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന്റെ സിനിമാ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ചലച്ചിത്ര ലോകം. അങ്ങനെ പിടിച്ചാൽ അവനെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹസാബ് ചെയ്യും, വെട്ടി നുറുക്കി മുതലുകൾ കിട്ടുകൊടുക്കും. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. തച്ചോളി ഉദയനെ കൊന്നതാരാണ്? ഞാൻ ഇത്രയും കാലം അച്ചായെന്ന് വിളിച്ചിരുന്ന നിങ്ങൾ കുട്ടി പ്രേമമോ? അമ്പടി ജിഞ്ചിന്നാക്കടി. അങ്ങോട്ട് പോയിന്താ, ഷൂട്ടിംഗ് ഇറങ്ങുന്നതാ പോയിന്താ. സിനിമ എന്ന് പറഞ്ഞാൽ ചാൻസ് ചോദിക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. കുറെ ചാൻസലർമാര് ആടെ തെറ്റിച്ചത്? ഞാൻ തെറ്റിച്ച? നീയൊക്കെയല്ലേടാ തെറ്റിച്ചത്? എടാ ഞാൻ തെറ്റിപ്പിന്റെ ആശ നീയല്ലടാ. എടാ വില്ലൻ ചെയ്യുന്ന രാജേന്ദ്ര, നിന്റെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. നീ അഭിനയിക്കുന്ന ഡബ് ചെയ്യാൻ നല്ല ഡബിംഗ് ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ നീ പിപ്പിരിയാണ്. ആദ്യം മനസ്സിലാക്കണം. ആരുമില്ല, എല്ലാരും മനസ്സിലാവും, അവർക്ക് തെറ്റ് പറ്റും. ആഹാ, നല്ല ചാൻസലർ വന്നല്ലേ. എന്താ പ്രശ്നം സുരേന്ദ്ര? അല്ല സാർ, ഞാൻ ഒരു ഡയലോഗ് അഭിപ്രായം പറഞ്ഞപ്പോ ഉടനെ പറഞ്ഞു ഞാൻ തെറ്റിച്ചെന്ന്. ഏത് ഡയലോഗിന്? ആറ്റിങ്ങലിലെ പീറ്ററെ നിന്നെ ജെട്ടിയിലിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യനെ എന്തായാലും കൊല്ലുന്നു, ജെട്ടിയിലിട്ട് കൊല്ലണ്ട, മുണ്ടുടിപ്പിച്ച് കൊല്ലുന്നല്ലേ നല്ലതെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. 10 പേര് കൂടുന്ന സ്ഥലമല്ലേ, മരണമാകുമ്പോ 10 പേര് കൂടൂലേ. ആ അഭിപ്രായം പറഞ്ഞപ്പോ ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല, പ്രക്കാട്ടിന് എറിഞ്ഞ്. നിന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ്, നീ നാട്ടിൽ പോകണം നല്ലത് കേട്ടാ. ഇല്ല സാറേ, ഞാൻ അങ്ങനെ നാട്ടിൽ പോകണമെന്നല്ല. ഈ സുരേന്ദ്രൻ ഇവിടെ വന്നെങ്കിലേ ഞാൻ ദാ ഈ മലയാള സിനിമയിലെ ഓരോ താരങ്ങളും സംവിധായകരും എന്നെ കാത്തിരിക്കുന്ന ഒരു ദിവസം വരും സാറേ. ഓഹോ, വലിയ നടനായിട്ട് പ്രതികാരം ചെയ്യാൻ വരുമായിരിക്കും നീ. അതല്ല, പാല് കച്ചവടം തുടങ്ങിയ എന്തെന്നൊരു ഐഡിയ ഉണ്ട്. കാരണം പാല് കൊണ്ട് കൊടുത്തെങ്കിലല്ലേ ലൊക്കേഷനിൽ ചായ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അത് അല്ലാതെ കിട്ടുമെന്ന് തോന്നല. സുരേന്ദ്ര, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത്? നീ എന്തിനാ ഈ സംവിധായകന്റെ വയറിൽ കേൾക്കുന്നത്? എന്ത് സാറേ? അവിടെ നല്ലൊരു പടം ഷൂട്ട് ചെയ്യല്ലേ, പുലിയെ വെച്ചിട്ട്. അവിടെ പോയിരുന്ന ഒരു പുലിയുടെ വേഷം നിനക്ക് കിട്ടൂലായിരുന്ന? അയ്യോ, പുലിയുടെ വേഷം കിട്ടിയ ശരിയാവൂല സാറേ. അത് കഴിഞ്ഞ ദിവസം ഞാൻ പുലിയുടെ വേഷം കിട്ടി അവിടെ ചെന്ന്. ഞാൻ ഈ ബ്രേക്ക് ടൈമിൽ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞ പ്രൊഡക്ഷനിലെ പയ്യന്റെ അടുത്ത് പറഞ്ഞ 2 ഇഡ്ഡലി ഇച്ചിരി സാമ്പാർ കുഞ്ഞു തരേ. ഇവൻ പറയൂണ് പുലിയല്ലേ വേട്ടയാടി തിന്നൂടെന്ന്. അതെന്തോ പറയാ, അത് ആക്കി പറച്ചില്ല. നമ്മളെന്ത് മനുഷ്യരല്ലേ നമ്മൾ. അത് കറക്റ്റ് ആണ്, യുവമാരൊന്നും ശരിയല്ല. എന്ത് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ സിനിമയ്ക്ക് കഴമ്പില്ല. ആരാണ് സാർ പറഞ്ഞത്? ആരാണ് സാർ പറഞ്ഞത്? എല്ലാരെ കയ്യിലും നല്ല തഴമ്പുണ്ട്. ഇപ്പൊ തന്നെ ആ ഡയറക്ടർ. ഞാനിവിടെ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ യുവമാരെല്ലാം കൂടെ എന്നെ സെക്യൂരിറ്റി ആക്കി. കാരണം എന്താണ്? അഭിനയിച്ച് കാണിച്ചായിരിക്കും, അതായിരിക്കും പിടിച്ച് സെക്യൂരിറ്റി ആക്കിയത്. അങ്ങനെ പറയരുത്. ഞാൻ ഇവിടെ വന്നൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ സിനിമ വെളിച്ചം കണ്ടില്ല. നല്ല കിണ്ണം കാച്ച് ഡയലോഗല്ലേ ഞാൻ അടിച്ചത്. ആണല്ലേ? അടിപൊളി ഡയലോഗ്. അത് ശരി, ഏത് ഡയലോഗാണ്? ഒന്ന് പറയൂ. അല്ല, അതിപ്പോ പറയാക്കൂല. അതെന്ത്? ഞാൻ ഇവിടെ സെക്യൂരിറ്റി അല്ലേ. അല്ല അതിപ്പോ ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകന്മാർ കേട്ട് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അഭിനയിപ്പിക്കും. പിന്നെ എന്റെ ജോലി പോകൂലേ ഇവിടെ. സാർ ഇവിടെ എന്തിനാണ് വന്നത്? സിനിമ അഭിനയിക്കാൻ. ലഡു അച്ചാറും കൂടെ ഒരു വായിലിട്ട് ചവയ്ക്കുന്ന സാർ. ആ സിനിമയിൽ അഭിനയിക്കാനല്ലേ വന്നത്? അപ്പൊ സാറേ ഒന്ന് ആ ഡയലോഗിന്റെ വേരിയേഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഒന്ന് പറയാം സാറേ. സുരേന്ദ്രൻ ആരും കേട്ട് ഞാൻ പ്രശ്നമാണെന്ന്. അത് കുഴപ്പമില്ല സാർ, പറഞ്ഞോ, ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നീ നോക്കിയോളൂ. ഞാൻ പറയട്ടെ? പറഞ്ഞു സാറേ. എങ്ക അപ്പ എന്റെ ചൊണ്ടേ. ആരെങ്കിലും കേട്ടാ? ഇല്ല, ആരും കേട്ടെ സാർ. കുഴപ്പമില്ല സാർ, പറഞ്ഞു. മാമനാര് എന്റെ ചൊണ്ടേ. കുഴപ്പമില്ല സാർ, സാർ പറഞ്ഞു. ആരും വരുന്നില്ല, കുഴപ്പമില്ല. എന്റെ ചൊണ്ടേ. കുഴപ്പമില്ല സാർ, സാറ് ബാക്കി പറഞ്ഞു. കേട്ടാ പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞു. ആരെങ്കിലും കേട്ടാ? സാറിന്റെ ചൊണ്ണയൊക്കെ ആര് വരുന്നത്? ആരും വരുന്നില്ല, ആരും കണ്ടിട്ട് പോലും മൈൻഡ് വരും ചെയ്യും. സാർ ഈ ചൊണ്ണയിലാണ് സാർ അഭിനയിച്ചത്. സാറ് ആ സിനിമ ഇറങ്ങാത്ത എന്തായാലും നന്നായി കേട്ടാ. ഇല്ലെങ്കിൽ സാറിന്റെ പേരെന്തുവായിരുന്നു? ബാബു. ഇല്ലെങ്കിൽ ആ പോസ്റ്ററിൽ എഴുതി വെച്ചാണ് ചൊണ്ണ ബാബു ഇന്നാസം. ചൊണ്ണേ. ഹരേ കൃഷ്ണ. എടാ, എന്തോ അടുത്ത ചാൻസലർ വരുന്നതാ. ആര്? ഇവൻ കഥ, തിരക്കഥ, സംഭാഷണം, കവിതാരചന എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. ആണല്ലേ? നീ ഒരു കാര്യം ചെയ്യണം, ഇവന്റെ കൂടെ കൂടിയാ നിനക്ക് എളുപ്പ സിനിമയെ കയറാൻ പറ്റൂ. പിന്നെ വിൽവാർദ്രിയിൽ തുളസീതളം ചൂടാൻ വരും മേഘമായി ആലീനതൻ പൊന്നാതിരാപ്പൂ ചൂടുമീ രാത്രിയിൽ സുരേന്ദ്രൻ. അയ്യോ, സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. തെറ്റിപ്പ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിപ്പോ കണ്ടിട്ടില്ല. മലയാള സിനിമയില് പട്ടൻ സിർണ അല്ലല്ല, കപ്പലിലെ കാക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമ? കപ്പലിലെ കാക്ക. അയ്യോ, എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരൊന്നും എനിക്ക് ഇഷ്ടമല്ല. അല്ല, നടന്മാരൊക്കെ എന്താണ് വെറുതെ ഇങ്ങനെ അവസരം ചോദിച്ചുകൊണ്ട് നടക്കുകയല്ലേ. പക്ഷെ ഗാനരചയിതാക്കൾ അങ്ങനെയല്ല.
ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയ വരദാനമുള്ളവരാണ് ഈ പാട്ട് എഴുതുന്നവരും സംഗീതം ചെയ്യുന്നവരൊക്കെ. അതുകൊണ്ട് നിങ്ങളെ പൊള്ളിലൂടെ നിൽക്കേണ്ട പൊക്കെ നമുക്ക് മാത്രമേ ഇവിടെ ചാൻസ് ഉള്ളൂ. മിസ്റ്റർ ബാബുക്കുട്ടൻ, എന്റെ ഒരു ഹിന്ദി പാട്ട് ഇറങ്ങി കേട്ടായിരുന്നു. ദേഖോ പാസ് ഹേ ദേ പത് നസറോ ദേ പതാഹിനസേ തോ മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ തഴുകിയൊഴുകുന്നതേതൊരു പൂച്ചോം ചേപ്പൂസ് ബാത്താഹേ ഹാത്തേ ബറാ ഹാത്തേ. വേണു സാറേ, ഈ മലയാള സിനിമയുടെ പാട്ടൊക്കെ എങ്ങോട്ടാ? ഇങ്ങനെ തന്നെ മലയാള സിനിമയിലെ ഓരോ പാട്ടും പോണത്. മഞ്ജു ഭാഷിണി കൊണ്ടുപോയി ഹോത്തോ ബാസാത്താത്ത എന്നെ കൂടുതൽ കളിയാക്കാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? മലയാള സിനിമയിൽ സ്വന്തമായിട്ട് പാട്ട് എഴുതി മ്യൂസിക് കൊടുത്ത് എനിക്ക് തന്നെ പാടണം. എന്നിട്ട് നിങ്ങൾ തന്നെ അത് കേൾക്കണം, ബാക്കിയുള്ളവർ കേൾപ്പിക്കാൻ നിൽക്കരുത്. ഇതാണ് മലയാള സിനിമ ഗതി പിടിക്കാത്തത്. എന്ത്? ഞാൻ ഇവിടുത്തെ പാട്ട് നിർത്തിയിട്ട് നേരെ ബോംബെയിലോട്ട് പോവുകയാണ്. എന്റെ മാഷേ, ഈ മലയാളത്തിൽ പാട്ട് എഴുതി തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും കൊള്ളത്തില്ല, അല്ലെങ്കിൽ വേറെ അടുത്ത പാട്ട് നന്നാക്കണമെന്ന് പറയും. ബോംബെയിലൊക്കെ ചെന്ന് പാട്ട് എഴുതി തെറ്റിച്ച ഒറ്റ വെടിക്ക് തീർക്കും. ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നേക്ക് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെ തർക്കിക്കരുത്. ഞാൻ ഈ ഗാറ്റിന്റെ മുമ്പിലാണോ നിൽക്കുന്നത്? ഞാൻ ഓരോ നടന്മാരെ കാണുമ്പോഴത്തേക്ക് ഒരു ഓറഞ്ചും ആപ്പിളും പോലെ ഇരിക്കുന്നു. എന്ത് സൗന്ദര്യം ഒന്നല്ലേ. പിന്നെ ഇവരെന്താണ് തിന്നുന്നത്? നടന്മാരല്ലേടാ ഇവർ 24 മണിക്കൂറും പഴവർഗ്ഗങ്ങളാ കഴിക്കുന്നത്. അത് പുളുവാണെന്നേ ഞാൻ പറയും. അതുകൊണ്ട് അങ്ങനെ വരത്തില്ല, അവർ ഗ്ലാമർ ആവത്തില്ല. ഞാൻ തെളിയിക്കാം. അങ്ങനെ കാട്ടി കിടക്കുന്ന കുരങ്ങൻ എപ്പോഴും പഴം തിന്നോണ്ടിരിക്കുന്നതാണ്. അതിന്റെ മുഖം ഇരിക്കുന്ന എങ്ങനെയാണ്? അതുപോലെ അല്ലേ? അതുപോലാണോ? അല്ലല്ലോ. അല്ല, അപ്പൊ ഞാൻ തിന്നുന്നില്ല പഴം. ഞാൻ തിന്നില്ല. ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നത്തെ പത്രവിന്യാസ വാർത്തയിൽ ഞാനൊരു കാര്യം കണ്ടായിരുന്നു. നമ്മുടെ തകഴിയുടെ കയറിറങ്ങുന്നുണ്ട്. സംഭവം നമ്മൾ ഇത് മേടിക്കുമ്പോ ശ്രദ്ധിച്ച് മേടിക്കണം. ഒന്നാമത് ഇവർ ഈ കരിമണൽ കയറ്റി ഉപ്പും കയറ്റി വിടും. ഇത് കനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിടിക്കയർ മേടിക്കണം. പിടിച്ചാൽ അവിടെ നിൽക്കുന്ന കയറ് തന്നെ നമ്മൾ മേടിക്കണം. എടോ, സംസ്കാര ശൂന്യ. അല്പം സംസ്കാരം വേണ്ടേ? നിങ്ങൾ നടനല്ലേ? അതാണോ അയാൾ പറഞ്ഞത്? പിന്നെ എടോ, ആലപ്പുഴയിലെ ഒരു കൊച്ചു നാടാണ് തകഴി. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കയറാണ് തകഴിയുടെ കയർ. അല്ലേ സാറേ? അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഒരു പ്രശസ്തനായ നോവലിസ്റ്റ് ആണ് തകഴി. ആരോട് പറയാൻ? പക്ഷെ ഇനി നമുക്കിനി അലഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കിനി എല്ലാവർക്കും അവസരം കിട്ടും. എന്താണ്? ശശി സാർ ഭരണിയിൽ സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ട്. ഭരണിയിലൊക്കെ എങ്ങനെ സ്റ്റുഡിയോ തുടങ്ങുന്നത്? അതൊക്കെ നടക്കും കേട്ടോ, സുഖമായിട്ട് നടക്കും. ആദ്യം നമ്മൾ അച്ചാർ കോരി ഇഞ്ഞ് മാറ്റണം. എന്നിട്ട് നല്ലൊരു തുണി വെച്ച് ഭരണി തുടച്ച് വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ കണ്ണരിയില്ലേ നടന്മാരെയൊക്കെ. എന്നിട്ട് ഈ നടന്മാരെ ക്യാമറമാനെ ഇറക്കി ഫസ്റ്റ് സീനൊക്കെ അഭിനയിപ്പിച്ച് അവരെ കേട്ടണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നായകനും നായിക ഇറക്കി ഒരു പാട്ട് സീൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് കൊച്ചു കുട്ടികളെടുത്ത് പറഞ്ഞാൽ അവർ പുച്ഛിച്ച് തള്ളും. ഭരണിക്കകത്ത് സിനിമ പിടിക്കണം. പിന്നെ ബുദ്ധി വേണം, മനുഷ്യന് ബുദ്ധി വേണം. ഭരണിക്കകത്ത് ഷൂട്ട് കിടക്കുകയാണെങ്കിൽ സംവിധായകൻ അവിടെ ഇരിക്കും. സംവിധായകൻ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഭരണിനെ അടപ്പെടുത്തിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് പോയാൽ പോരെ. നടിമാരുടെ കാര്യമാണ്. ഈ നടിമാരുമായിട്ട് എങ്ങനെയാണ് സാറേ ഈ നടിമാരെന്ന് പറയുമ്പോഴത്തേക്ക് നടന്മാരെ പോലെ അല്ല. പിന്നെ അവർക്ക് മീശ കാണൂല. ചുരിദാറും സാരി മാത്രമേ ഉടുക്കൂ. എന്നാ സാറേ, ഞാൻ കുറെ നാളുകൊണ്ട് സാറിനെ കാണുകയാണ്. പറയുന്നോണ്ട് വേറൊന്നും വിചാരിക്കരുത്. കൊപ്ര ഉണക്കുന്നിടത്ത് കാക്ക അടിക്കാൻ പോലും സാറ് ഇരിക്കാൻ കൊള്ളും. സത്യമാണ്. സാറിന് ആര് സാറേ ഈ AVM-ന്റെ ഇവിടെ പിടിച്ചെത്തിയത്? നായികമാരെങ്ങനെയെന്ന് പറഞ്ഞാൽ മീശയില്ല, സാരി ഉടുത്ത് ചുരിദാർ. വിവരമില്ലാത്തോടത്ത് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് ഡ്രാമ തിയേറ്ററിലോട്ടൊന്ന് പോകണം. എനിക്ക് അഭിനയം കൂടി ഉണ്ട്. പിന്നെ ഞാൻ സിനിമയ്ക്ക് നാടകത്തിലായിരുന്നു. നാടകത്തിലായിരുന്നു? പിന്നെ എന്റെ കോട്ടയത്തെ കുഞ്ഞമ്മയെ കണ്ടിട്ടുണ്ടോ? ആ ചിറ്റപ്പിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അതല്ലെന്ന്. കോട്ടയത്തെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ നാടകമുണ്ട്. അതിൽ 3 ആണുങ്ങൾ കഥാപാത്രങ്ങളുണ്ട്. അവരെ കൊല്ലുന്ന ഒരു കഥാപാത്രം എഴുതി ഞാൻ. 3 പേര്: കണ്ണൻ, കനകൻ, കനകാങ്കി. അത് ശരി, 3 പേര്. ഈ 3 പേരിൽ ആദ്യം കണ്ണനെ ഞാൻ ഇങ്ങോട്ട് പിടിക്കും. എന്നിട്ട് കത്തി കൊടുത്തൊരു ഒറ്റ കുത്തുകുത്തി ഞാൻ പറയും, ക്ഷമിക്കടാ പോട്ടടാ മാപ്പ്. കത്തി ഉരിയെടുക്കും. അടുത്തവരെ കനകനെ വിളിക്കും. കനകനെ ഒറ്റ കുത്തുകുത്തിട്ട് ഞാൻ പറയും, ക്ഷമിക്കടാ പോട്ടടാ മാപ്പ്. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവസാനത്തെ കനകാങ്കനെ ഇങ്ങോട്ട് കൊണ്ടുവരും. കനകാങ്കനെ ഒരു ഒറ്റ കുത്തുകുത്തിട്ട് ഞാൻ പറയും, ക്ഷമിക്കടാ പറ്റിപ്പോയടാ മാപ്പ്. അങ്ങനെ 3 പേരെ കൊന്നു ഞാൻ. 3 പേരെ അല്ല സാറേ, 5 പേരെ കൊന്നില്ലേ? 3 പേരെ. 5 പേരെ കൊന്നു. നാടകത്തിൽ ഞാൻ 3 പേരെയാണ് കൊന്നത്. നാടകത്തിൽ 3 പേരെ. ഇത് 2 പേരെ നമ്മളെ കയറ്റിക്കൊണ്ടിരുന്ന നമ്മൾ 2 പേരെ കൂട്ടി 5 പേരായില്ലേ സാർ? 5 പേരെ കൊന്നോണ്ടിരിക്കുമല്ലോ സാർ. അയ്യോ മിണ്ടായിരിക്കണേ. അവിടെ എന്തോ ബഹളം നടക്കും. ഞാൻ പോയിട്ട് വരാം. ബഹളം? അവിടെ എന്താ ബഹളം? അവിടെ എന്താ ബഹളം? നമ്മളെപ്പോഴുള്ള കഴിവുള്ള കലാകാരന്മാരോടെ ഇല്ലേ? അതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വെള്ളം വെക്കേണ്ട കാര്യമില്ല. എന്താ സംഭവം എന്ന് പറയുന്നത്? നിങ്ങൾ അറിഞ്ഞില്ലേ? അവിടെ ഭയങ്കര തർക്കം നടക്കുന്നു. മലയാള സിനിമയുടെ സംവിധായകന് തമിഴ് സിനിമയുടെ സംവിധാനം ഭയങ്കര തർക്കം. എന്തിന്? നിങ്ങളെ പേരും പറഞ്ഞ തർക്കം. എന്റെ പാട്ട് ജയിക്കാനായിരിക്കും, എന്നെ അഭിനയിപ്പിക്കാനായിരിക്കും. അതല്ലെന്ത്. അവരിൽ നിങ്ങൾ ആരെയാണ് ആദ്യം തല്ലേണ്ടതെന്ന്.
നിന്നെ നോട്ടോട്ടിക്കുന്നേട്ടാ. അയ്യോ അപ്പൊ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞാനേ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അഭിനയിക്കാൻ ചെല്ലാന്ന് പറഞ്ഞ ദിവസം ഉണ്ടെന്ന്. പക്ഷെ പോവാൻ പറ്റില്ല. പോണം, അവിടെ എത്താൻ പെട്ടെന്ന് എത്തണം. അയ്യോ അതെ അതെ സിനിമ ക്ലൈമാക്സ്. അത് സൂപ്പർ സാധനമാണല്ലോ. അതെ എനിക്കും പെട്ടെന്ന് കൂടെ പോയേ പറ്റൂ. അത്? ആ സിനിമയിൽ എനിക്കാണല്ലോ അവസരം പാട്ട് എഴുതാനുള്ളത്. ഞാനും പോണ്. അല്ല യോമാർക്ക് ക്ലൈമാക്സ് ഒന്നും പറഞ്ഞ പോവാ. എനിക്ക് പോകാൻ പറ്റൂ. ഞാൻ ഇവിടെ സെക്യൂരിറ്റി അല്ലേ. ശേടാ എന്ത് ചെയ്യും ഭഗവാനേ.